നോക്കി എൻ്റെ ദൈവമേ. ഇവിടെ രണ്ടുപേര് നല്ല ഫോട്ടോസ്. ഞാനുള്ളത് ദുബായ് മോളിലാണ് കേട്ടോ. ദുബായ് മോള് എല്ലാവരും ഒന്നെങ്കിൽ വ്ളോഗിലൂടെയോ അല്ലെങ്കിൽ വേറെ വീഡിയോസിലൂടെയോ ഇവിടെ വന്നോ പല രീതിയിലായിട്ട് അറിഞ്ഞിട്ടുണ്ടാവും. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ എന്ന് പറയുന്നത് ഒരു പുതുമയുള്ള വീഡിയോ അല്ല. എന്നിരുന്നാലും ഞാൻ വരുമ്പോൾ നിങ്ങളെയും കൂടി കൊണ്ടുവരാമെന്ന് വിചാരിച്ചു. അപ്പം നമ്മുടെ റോട്ടേഴ്സിലെ വീഡിയോ എന്ന് പറയുന്നത് ഇവിടുത്തെ വിശേഷങ്ങളാണ്. അപ്പോൾ ഒന്ന് ദുബായ് മോളിലേക്ക് പോകുന്നത് മെട്രോ ഇറങ്ങി ഡൗൺ ടൗണിലൂടെ നടന്ന് നേരെ ബുർജ് പാർക്കിലേക്ക് എത്തുന്ന രീതിയിലാണ് കേട്ടോ. ഭയങ്കര ലക്ഷറിയാണ് ഈ പ്ലേസ്. ലക്ഷറി ആയതുകൊണ്ട് തന്നെ കൂടുതൽ യൂറോപ്യൻസ് ആണ് ഇവിടെ താമസിക്കുന്നത്. നല്ല നീറ്റ് ആൻഡ് ഗുഡ് പ്ലേസ് ആണ് കാണാനായിട്ട്. ബുർജ് ഖലീഫ അത്യാവശ്യം നല്ല ക്ലോസ് വ്യൂവിൽ കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഫോട്ടോ എടുക്കാൻ കുറച്ച് ടാസ്ക് ആണ്. ദുബായിലേക്ക് ഏറ്റവും കൂടുതൽ ആളുകളെ ആകർഷിക്കുന്ന ടൂറിസം ആണെന്ന് എല്ലാവർക്കും അറിയാലോ. അതിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ് നമ്മുടെ ദുബായ് മോള്. സോ ആളുകളെ അട്രാക്ട് ചെയ്യാനായിട്ട് പല കാര്യങ്ങളും അവരിവിടെ ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലാൻഡ്സ്കേപ്പിംഗ്, പാർക്സ്, ലേക്സ്, ബിൽഡിങ്സ്, റീക്രിയേഷൻ ഏരിയാസ്, അങ്ങനെ കുറേ ഫാക്ടേഴ്സ് ഉണ്ട്. പിന്നെ അതെല്ലാം മാൻമെയ്ഡ് എന്നതാണ് ഇതിന്റെ ഏറ്റവും സ്പെഷ്യാലിറ്റി. വേൾഡ് ക്ലാസ് ഇൻഫ്രാസ്ട്രക്ചർ ഉള്ള ദുബായിലെ പ്ലേസുകളിൽ ഒന്നാണ് ഈ ദുബായ് മോള്. ശരിക്കും പറയുകയാണെങ്കിലുണ്ടല്ലോ, ദുബായിക്ക് ഗ്ലോബലി 4th പൊസിഷൻ ആണ് ഇൻഫ്രാസ്ട്രക്ചർ ക്വാളിറ്റിയിലുള്ളത്. ഞാൻ എന്ന് വരുമ്പോഴാണ് വിചാരിക്കും ഇവിടെ നിന്നൊന്ന് ഫോട്ടോ എടുക്കണം എന്നുള്ളത്. പക്ഷെ ഇതുവരെ പറ്റിയിട്ടില്ല. നിങ്ങൾ കണ്ടോ ഇതിന്റെ ക്യൂ കണ്ടോ? ഇങ്ങനെ ക്യൂ നിന്നിട്ട് വേണം ഫോട്ടോ എടുക്കാനായിട്ട്. പക്ഷെ നല്ല അടിപൊളി ഫോട്ടോസ് കിട്ടും. കണ്ടോ, ശരിക്കും നേരെ ബുർജ് ഖലീഫയുടെ ഫ്രണ്ടിലായിട്ട്. ഇതാണ് 3 ഫിംഗർ സ്റ്റാച്ചു. ദുബായിലെ ഈ കൾച്ചറൽ ലാൻഡ്മാർക്ക് ഉള്ളത് ബുർജ് പാർക്കിലാണ്. 3 ലെറ്റേഴ്സ് ആണ് കാണിക്കുന്നത്. WVL. W for win, V for victory, L for love. ദുബായിലെ ലോഗോ ആണ് കേട്ടോ ഈ 3 ഫിംഗർ സ്റ്റാച്ചു. പിന്നെ ഞാൻ അവിടുന്ന് പോയത് മോളിന്റെ അകത്തേക്കാണ്. ഈ ഒരു ഏരിയനെ ഫാഷൻ അവന്യൂ എന്നാണ് പറയണത്. ഭയങ്കര റിച്ച് ലുക്കാണ്. ഏറ്റവും കൂടുതൽ അറബ്സ്, എമിറാറ്റീസ് വന്ന് സ്പെൻഡ് ചെയ്യുന്ന ഒരു ഏരിയ ആണ് കേട്ടോ ഇത്. ഇവിടെ ആണെങ്കിൽ മോസ്റ്റ്ലി ഫാഷൻ ബ്രാൻഡ്സ് ആണ് ഉള്ളത്. ഏകദേശം 200+ ഫാഷൻ ബ്രാൻഡ്സ് കാണാൻ സാധിക്കും. അതും എസ്പെഷ്യലി പാരീസ് ഒറിജിൻ. ഷോപ്പിംഗിന് ഒരു ലാർജസ്റ്റ് ഡെസ്റ്റിനേഷൻ ആണ് കേട്ടോ നമ്മുടെ ദുബായ് മോള്. അതുപോലെ ദുബായ് മോളിന്റെ അകത്ത് ഓരോ ഷോപ്പും റെസ്റ്റോറൻറ്റ്സും ഒക്കെ കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതിന് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സംഭവമാണ് ഈ കാണുന്ന മാപ്പ് ഗൈഡർ. ഇത് എല്ലാ ഫ്ലോറിലും ഉണ്ട്. എവിടേക്കാണോ നമുക്ക് പോകേണ്ടതെന്ന് വെച്ചാൽ ആ ഡെസ്റ്റിനേഷൻ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ അവർ ഡീറ്റെയിൽ ആയിട്ട് ഈ മാപ്പിൽ കാണിച്ചു തരും. അടുത്ത ഐക്കോണിക് ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് ദുബായ് മോളിലെ മെഗാ സൈസ്ഡ് വീഡിയോ വാൾ. ഇത് ഉണ്ടാക്കിയത് A20 LG ഓപ്പൺ ഫ്രെയിം OLED സിഗ്നൽ പാനൽസ് യൂസ് ചെയ്തിട്ടാണ്. LG MR ആയിട്ടുള്ള ഒരു പാർട്ട്ണർഷിപ്പിലാണ് ഈ വീഡിയോ വാൾ ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ദുബായ് മോളിൽ ഇഷ്ടം പോലെ കൗതുകം തോന്നാനുള്ള കുറേയേറെ കാര്യങ്ങളുണ്ട്. ഏകദേശം 140ലധികം സ്പീഷ്യസ് ഉള്ള ദുബായ് അക്വേറിയം ആൻഡ് അണ്ടർ വാട്ടർ സൂ, പിന്നെ ദുബായ് മോളിന്റെ ആട്രിയത്തിൽ വെച്ചേക്കുന്ന 24 മീറ്റർ നീളവും 7 മീറ്റർ ഹൈറ്റുമുള്ള ദുബായ് ഡൈനോ എന്ന് വിളിക്കുന്ന ഒറിജിനൽ ഡിനോസറിന്റെ ഫോസിൽസും, കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ യൂസ് ചെയ്യാവുന്ന ഐസ് സ്കേറ്റിംഗ് കോർട്ടും, അടിപൊളി ഫോട്ടോജനിക് ആയിട്ടുള്ള ദുബായ് വാട്ടർഫോളും എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ് കേട്ടോ. ദുബായ് മോളിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അഡീഷൻ ആണ് ചൈന ടൗൺ മാൾ. ഇത് ഫസ്റ്റ് ഫ്ലോറിലാണ് ഉള്ളത്. അതായത് ഐസ് സ്കേറ്റിംഗ് റിങ്ങിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് ഒരു ഏഷ്യൻ കൾച്ചർ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയാണ് അവർ ഈ സെറ്റപ്പ് ചെയ്തേക്കുന്നത്. ഇവിടെ നിന്ന് ചൈനീസ് ആർക്കിടെക്ചർ, ടേസ്റ്റ്, സ്മെൽ, കസ്റ്റം, കൾച്ചർ, അങ്ങനെ അത്യാവശ്യത്തിന് എല്ലാം നമുക്ക് മനസ്സിലാക്കാനും എക്സ്പീരിയൻസ് ചെയ്യാനും പറ്റും. അതായത് ആർട്ടിഫിഷ്യൽ മിനി ചൈന ടൗൺ. എല്ലാ പ്ലേസും നല്ല ഫോട്ടോജനിക് ആയിട്ടാണ് അവർ ബിൽഡ് ചെയ്തേക്കുന്നത്. കൂടുതൽ ഓപ്പൺ ഷോപ്സ് ആണ് ഉള്ളത്. പിന്നെ കുറേയേറെ ഏഷ്യൻ റെസ്റ്റോറൻറ്റ്സ്. അറ്റ്ലീസ്റ്റ് വൺസ് എങ്കിലും പോകേണ്ട പ്ലേസ് ആണെന്ന് ഞാൻ റെക്കമെൻഡ് ചെയ്യും. ഇതാണ് ദുബായ് മോളുടെ നൈറ്റ് വ്യൂ. ഒരു പ്രത്യേക രസമാണ് രാത്രി ഇവിടെ കാണാൻ. ഇൻഫ്രാസ്ട്രക്ചറിന്റെ ഭംഗി കൂട്ടാൻ ലൈറ്റിംഗ്സിനൊക്കെ ഒരു സ്പെഷ്യൽ ശ്രദ്ധ വെച്ചിട്ടുണ്ട് ദുബായ് ഡെവലപ്മെന്റ് അതോറിറ്റി. പക്ഷെ എന്തെങ്കിലും സ്പെഷ്യൽ ഡേയ്സോ ഒക്കേഷൻസോ ഒക്കെ വന്നു കഴിഞ്ഞാൽ ഇവിടെ കാലുകുത്താൻ പോലും സ്ഥലം കിട്ടില്ല. എസ്പെഷ്യലി ന്യൂ ഇയറിന്റെ അന്ന് മെട്രോ വരെ അവർ നിർത്തിക്കളയണം.
ഇൻസ്റ്റലേഷൻ ലൈറ്റും പറയേണ്ട ആവശ്യം തന്നെയില്ലല്ലോ, അടിപൊളിയാണ്. വൈകിട്ട് 6 മണി കഴിഞ്ഞ് എവരി 30 മിനിറ്റ്സ് ഇന്റർവെല്ലിലാണ് ഫൗണ്ടൈൻ ഷോ നടക്കുന്നത്. ഇതൊക്കെ നേരിട്ട് കണ്ട് എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാണ് കേട്ടോ. നമ്മൾ ദുബായ് മോളിക്കൂടൊക്കെ നടന്ന് എല്ലാ ഷോപ്പിലും കയറി നമ്മൾ എക്സ്പ്ലോർ ചെയ്തു. അപ്പോൾ നമ്മുടെ വീഡിയോ ഒരു വൈൻഡപ്പ് ചെയ്യാണ്. അതിന് മുമ്പ് നമ്മുടെ ചാനലിലേക്ക് കുറേ പേര് പുതിയതായിട്ട് വന്നിട്ടുണ്ട്. അവർക്ക് എല്ലാവർക്കും വെൽക്കം ടു റോട്ടേഴ്സ് ഫാമിലി. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത